ഈ ചൂടിൻ്റെ കാഠിന്യം ഇങ്ങനെ കൂടുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ആളുകൾക്ക് സൂര്യാതപം ഏൽക്കുന്നതിൻ്റെ എണ്ണവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിൽ 7 പേർക്കാണ് സൂര്യാതപമേറ്റത്. ഇടുക്കി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് ആളുകൾക്ക് സൂര്യാതപമേറ്റത്. കൊല്ലം കുന്നിക്കോട് വയോധികനെ കൃഷിസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യാഘാതമേറ്റെന്നാണ് സംശയം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ കണ്ണൂരിൽ നിന്നും, ഒപ്പം വർഷ ഗിരീഷ് കോഴിക്കോട് നിന്നും ചേരുകയാണ്. ആദ്യം ഗോകുലിലേക്കാണ്. ഗോകുൽ, കണ്ണൂരാണ് ഈ വർഷം ആദ്യമായി ഒരു സൂര്യാഘാതമേറ്റൊരു മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത സ്ഥലം കണ്ണൂരാണ്. നമ്മൾ പറയുമ്പോൾ ഈ 40കളിൽ അടുക്കുന്ന താപനിലയൊന്നും കണ്ണൂർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ സാഹചര്യം വളരെ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ഒരു സൂര്യാതപമേറ്റ ഒരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം? പൊതുവിലുള്ള സ്ഥിതി എന്താണ്? അമൽ, ദിന കഴിഞ്ഞ ദിവസമാണ് പള്ളിപ്പൽ സ്വദേശിയായിട്ടുള്ള സനൽകുമാർ കിണർ നിർമ്മാണത്തിനിടെ ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും പിന്നീട് സൂര്യാഘാതമേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇന്നിപ്പോൾ ഒരു വാർത്ത വരുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ചെറുപുഴയിൽ നിന്നാണ്. ചെറുപുഴ കുണ്ടന്തറ സ്വദേശിയായിട്ടുള്ള ബെന്നി ഫിലിപ്പിനാണ് വീട്ടുമുറ്റത്ത് വെച്ച് വീട്ടിൽ നിന്ന് വീട്ടുവളപ്പിലെ കിണറിൽ നിന്ന് വെള്ളം കോരുന്നതിനിടെ സൂര്യാതപമേറ്റത്. അദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗത്തൊക്കെ ചുവന്ന പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെള്ളം കോരുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ശരീരത്തിന്റെ വയറിന്റെ ഭാഗത്ത് നിന്ന് നീറ്റൽ അനുഭവപ്പെടുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മട്ടന്നൂർ സ്വദേശിയായിട്ടുള്ള മറ്റൊരു വ്യക്തിക്കും, മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തിക്കും സൂര്യാതപം ഏൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെറുപുഴ ഇന്നിപ്പോൾ ബെന്നി ഫിലിപ്പിന് സൂര്യാതപമേറ്റ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ 11 കൂടിയിട്ടാണ് അദ്ദേഹത്തിന് വീട്ടുവളപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് സൂര്യാതപം ഏൽക്കുകയും വയറിന്റെ അടിഭാഗത്ത് ചുവന്ന പാടുകളും മറ്റും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രാഥമിക ശുശ്രൂഷ എടുത്തിട്ടുണ്ട് അദ്ദേഹം. ദിന, അമൽ. ശരി ഗോകുല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.